റിയാസ് സലീമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിലൂടെ ജനഹൃദയങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സാധിച്ച റിയാസ് സലീം കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കെട്ടിട്ടില്ല. സോറി. തന്റേതായ വ്യക്തിത്വം, തന്റേതായ ശൈലിയിലൂടെ ആളുകളുടെ മനം കവർന്ന റിയാസ് ഇപ്പോൾ എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തൂറി എറിയും നിന്നെ. സൗന്ദര്യവർദ്ധന കമ്പനികളുടെ പൊന്നോമന മുത്താന പൊന്നും വെള്ളിയും പൂട്ടി സൂക്ഷിക്കണം, വാക്കുകൾ തൂക്കി ഉപയോഗിക്കണം. യുദ്ധം നടന്നുകൊണ്ടിരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഏക്കേതാ പൂക്കേതാ അരി ഏതാ പറി ഏതാന്നറിയാതെ എടുത്തു വെച്ച് ഷെയർ ചെയ്തു. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? പൊള്ളയാണോ അല്ലയോ എന്നൊക്കെ നോക്കണ്ടായോ റിയാസ് അച്ചായ? ഒരാവേശത്തിന് അതൊക്കെ പുള്ളിയുടെ ഒരു ഹോബിയാ. മോറൽ റെസ്പോൺസിബിലിറ്റി എന്ത്? ഈ ഫേക്ക് പറിക്കോ? എന്തിനു വേണ്ടിയിട്ടാണ് റെസ്പോൺസിബിലിറ്റി? എന്തിനാ ഇത്ര തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടുണ്ട്. അതെ റിയാസ്റ്റി, നിങ്ങൾക്ക് പറ്റിപ്പോയതാ. കാര്യങ്ങൾ വ്യക്തമായ ധാരണയോടുകൂടി അന്വേഷിക്കാതെ നിങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ തന്തയിലാഴിയ നായരേട്ടൻ പറഞ്ഞ വളരെ ശരിയാ. ഇവിടെ 27 കുടുംബത്തിന് നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നും ആർക്കും വേദനയില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പാകിസ്ഥാൻകാരനാണോ? അല്ല, ഒരു ഇന്ത്യക്കാരനോടുള്ള പെരുമാറ്റം കണ്ട് ചോദിച്ചതാ. അവിടെ നശിച്ചു പോയതിനെ കുറിച്ചാണ് വേദന. നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. അതും റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്ന് പോലും അറിയാതെ ചുമ്മാ ഏവനൊക്കെ എന്തൊക്കെ പറയുന്ന എടുത്ത് ഷെയർ ചെയ്ത് കണ്ണെ കൊണ്ണ ഇട്ട് കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമാണ്. അകത്ത് കിടക്കേണ്ടി വരും. ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. Come on, baby. Come to me.